ഹായ് അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നല്ല സപ്പോട്ട വെച്ചിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. വളരെ സിമ്പിളായിട്ട് നമ്മൾ വീട്ടിൽ വെച്ചിട്ട് തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ വീട്ടിൽ ഫങ്ഷൻസൊക്കെ വരുമ്പോൾ നമുക്ക് ഇനി സപ്പോട്ട തന്നെ വേണമെന്നില്ല. മാങ്ങ വെച്ചിട്ടോ പൈനാപ്പിൾ വെച്ചിട്ടോ എന്താണോ അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെച്ചിട്ട് നമുക്ക് ഈ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഇനി നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻ്റായ സപ്പോട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാൻ കുരുവൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഒരു 10 എണ്ണം ഉണ്ടാവും. ഇതിന് പകരം നിങ്ങൾക്ക് വേറെ ഫ്രൂട്ട്സും യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ സ്റ്റീൽ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 3 ടീസ്പൂൺ വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. അതുപോലെ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട് ഒരു 3 ടീസ്പൂണ്. അതും ഓപ്ഷണലാണ്, അത് ഒഴിവാക്കാം. നിങ്ങൾക്ക് വീട്ടിലെല്ലാവർക്കും അവൈലബിൾ ആവണമെന്നില്ല. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ള ഷുഗർ സിറപ്പാണ്. നിങ്ങളെ മധുരം അനുസരിച്ച് നിങ്ങൾക്ക് ഇത് എടുക്കാം, അല്ലെങ്കിൽ തേനായാലും മതി. ഇവിടെ ഞാനൊരു 1/2 ഗ്ലാസ് ഷുഗറിൽ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുള്ള ഷുഗർ സിറപ്പാണിത്. പിന്നെ അതുപോലെ ഞാൻ എടുത്തിട്ടുള്ള കോൺഫ്ലോർ ആണ്. ഒരു 3 ടീസ്പൂൺ കോൺഫ്ലോർ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് വാനില എസെൻസ് ആണ്. ഇവിടെ നിങ്ങൾ പൈനാപ്പിളാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ എസെൻസ് ആയാലും മതി കേട്ടോ. ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് സ്റ്റവിൽ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് പാൽ നമ്മൾ മാറ്റി വെക്കണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫ്ലോർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പാൽ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് കട്ട ഉടച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് തിളച്ച് വരുന്ന പാലിലോട്ട് നമുക്ക് ഒഴിച്ചിട്ട് കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കണം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫ്ലോർ വെന്ത് വരുമ്പോൾ അടിയിൽ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കുക. ഏതാണ്ട് ഈ ഒരു പരുവായി വരുമ്പം ചൂടാറാൻ വേണ്ടിയിട്ട് സ്റ്റവ് ഇറക്കി വെച്ചതിന് ശേഷം ചൂടാറിയതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ബൗളിലേക്ക് മാറ്റിയതിന് ശേഷം ഈ കാണുന്ന ഇൻഗ്രീഡിയൻസ്, അതായത് നമ്മളിപ്പോൾ മാറ്റി വെച്ചിരിക്കുന്ന കോൺഫ്ലോർ, അതുപോലെ സപ്പോട്ട, പിന്നെ നമ്മൾ ഷുഗർ സിറപ്പ്, പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീമും ഫ്രഷ് ക്രീമും എല്ലാം കൂടെ ഫ്രിഡ്ജിൽ ഒരു രാത്രി മുഴുവൻ വെക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ 6 മണിക്കൂർ വെക്കാം. ഇതെല്ലാം നന്നായിട്ട് കട്ടായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ ഒരു രാത്രി മുഴുവൻ നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുന്നത്, അതായത് ഫ്രീസറിൽ വെക്കണം. ഇതെല്ലാം നമുക്ക് കട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ചെറിയ ചെറിയ പീസായിട്ട് ഒരു മിക്സിയുടെ ജാറിൽ അടിക്കാൻ പാകത്തിന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഷുഗർ സിറപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേൻ എടുക്കാം കേട്ടോ. നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ട്, മധുരം പോരാന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് തേൻ ഒഴിച്ചു കൊടുത്താലും മതി. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇനി നിങ്ങൾ തേനാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മധുരം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് തേനും കൂടെ ചേർത്ത് കൊടുക്കാം. തേനൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. അത് ചേർത്ത് കൊടുക്കാൻ പറ്റിയാൽ അത്രയും നല്ലതായിരിക്കും. ഇനി നമുക്ക് ഇതിലാകെയുള്ള ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഈ ഷുഗർ സിറപ്പാണ്. ഇനി നിങ്ങൾക്ക് വെള്ളം ഇതിൽ അരയുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാലൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഏതാണ്ട് ഐസ്ക്രീം ഒരു വിളമ്പാനുള്ളൊരു ഭാഗമായിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് കുറച്ചുകൂടി സ്കൂപ്പായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഐസ്ക്രീമിൻ്റെ ബോട്ടിൽ എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്കിത് ഐസ്ക്രീം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം ഒരു 10 സപ്പോട്ട എടുത്തിട്ട് അതിലൊരു ഗ്ലാസ് മിൽക്കിൽ എനിക്ക് ഇത്രയും ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. ഏതാണ്ട് ഒരു 3/4 പാത്രത്തോളം എനിക്ക് ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇതൊരു 4 മണിക്കൂർ ഇനി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സ്കൂപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഇല്ല നിങ്ങൾക്ക് അപ്പം തന്നെ സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. കറക്റ്റ് തണുപ്പ് അതിലുണ്ടാവും. സ്കൂപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സപ്പോട്ട അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാങ്ങ വെച്ചിട്ടും ചെയ്യാം. ഇപ്പോൾ മാങ്ങയുടെ സീസണാണ്. അപ്പോൾ മാങ്ങ വെച്ചിട്ട് സപ്പോട്ടയ്ക്ക് പകരം മാങ്ങ ഇൻഗ്രീഡിയൻ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളെ വീട്ടിൽ സ്പെഷ്യലായിട്ട് ഗസ്റ്റ് വരുമ്പം അവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണിത്. അതുപോലെ ഐസ്ക്രീം ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ പുറത്തുനിന്ന് ഐസ്ക്രീം മേടിച്ചു കൊടുക്കുമ്പോൾ അതിൽ പാലിൻ്റെ കണ്ടൻറ്റ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ വീട്ടിൽ വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വിശ്വസിച്ച് കഴിക്കാനും പറ്റും. അത്രയും ടേസ്റ്റോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു ഐസ്ക്രീം കഴിക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്കിത് ഈ ഒരു ഐറ്റം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഫീഡ്ബാക്ക്സ് അറിയിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കിയ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ഇതുപോലുള്ള റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരാൻ ശ്രമിക്കാം. അതുവരെ അസ്സലാമു അലൈക്കും.